അഡ്വക്കേറ്റ് ഷാനി ബാലി, ഇപ്പൊ നോക്കൂ, രാഷ്ട്രീയം പറയുന്ന വനിതകൾ ഈ പാനൽ തന്നെ നോക്കൂ എത്രത്തോളം ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പൊ എന്തായാലും ഇത് പരാജയപ്പെട്ടു. ഇപ്പൊ ഇനിയും വൈകും, തട്ടിൻപുറത്തേക്ക് വീണ്ടും പോവുകയാണ് വനിതാ സംവരണം എന്ന ഏറെക്കാലത്തെ 3 പതിറ്റാണ്ട് കാലമായുള്ള ആ സ്വപ്നം. അപ്പം ഇനിയും അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും? നമ്മൾ ശരിക്കും കോമാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആര്യ. അതായത് കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയം അവലോകനം ചെയ്യാൻ കഴിവുള്ളൊരു കൂട്ടം സ്ത്രീകളെ ഞാൻ കാണുന്നു. ഇനിയിപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു വേദിയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള സ്ത്രീകൾ നമ്മളുടെ മുന്നോട്ട് വരുമ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർ അർഹിക്കുന്ന സ്ഥാനം ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇവിടെ ഒരു സ്ത്രീയായിട്ട് മുഖ്യമന്ത്രി ആവാൻ കെൽപ്പുള്ളൊരു സ്ത്രീയായിട്ട് സീറ്റ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ? അത്രയും മോശമായിട്ടാണ് ഇവിടെ സ്ത്രീകളെ കാണിക്കുന്നത്. ഇനി എൻ്റെ ഒരു കാര്യം പറയാനുള്ളത് കോൺഗ്രസ് പ്രതിനിധി ാണ്. അതായത് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് NDAക്ക് ഒളിക്കാൻ സ്ത്രീകളുടെ പിന്നിൽ പോയി NDA ഒളിക്കുന്നു എന്നാണ്. എത്ര മോശമായിട്ടുള്ള, പാട്രിയാർക്കിയൽ ആയിട്ടുള്ള, എത്ര കൃത്യമായിട്ടൊരു രണ്ടാംകിടയായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ പറയുന്നത്, അതൊരു ഒപ്പോസിഷൻ ലീഡർ. എങ്ങനെയാണ് അവർ സ്ത്രീകളെ കാണുന്നത് എന്നുള്ള ഇതിൽ വ്യക്തമാണ്. ഇതിൽ നമ്മളൊക്കെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം NDAയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇഷ്യൂ ഞാനിത് വായിക്കുന്നതിന് മുൻപ് തന്നെ, ഡീലിമിറ്റേഷനെ പറ്റിയും ബില്ലെല്ലാം കൃത്യമായിട്ട് വായിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ സ്ത്രീ സംവരണ ബില്ലിനെ ഇതുപോലെ ഇവരെ എതിർക്കുന്നത്? അപ്പം ഇത്രയേ അവരുടെ ഉദ്ദേശമുള്ളൂ. കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അവലോകനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു കൂട്ടം സ്ത്രീകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ത്രീകൾ മുഴുവൻ ചിന്തിക്കണം. അതായത് അവർ റിസർവേഷൻ ബില്ല് കൊണ്ടുവന്നു, പ്രപ്പോസ് ചെയ്തു, അതിനെ ബാക്കി എല്ലാവരും ചേർത്ത് തച്ചുടച്ചു. ഈ ഒരു ഐഡിയ, ഈ ഒരു ചിന്ത മറ്റുള്ളവരിലോട്ട് വിതയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അവർ ഏറെക്കുറെ സക്സസ്ഫുള്ളുമാണ്. ഇനി നമ്മളുടെ ഒപ്പോസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അവർ ചിന്തിക്കുന്നത്, അവർ സ്ത്രീകളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ള ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി നമ്മൾ വീണ്ടും വിഡ്ഢികളായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൽ കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇനി 2023 ബില്ല് നടപ്പാക്കാൻ എന്താണ് പ്രയാസം? എന്താണ് പ്രയാസം? അത്രയും സിമ്പിൾ ആണ് ആ ചോദ്യം. 2023 ആ ബില്ല് പാസ്സാക്കാൻ എന്താണ് പ്രയാസം? അത്രയും സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. അതിന് ഈ ഡീലിമിറ്റേഷൻ ഒക്കെ, സെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ്.